ഹലോ ഗൈസ്, ഞാൻ എം സി. എന്നറിയാമോ? സ്റ്റോൺ ഫാം ഉണ്ടാക്കി. അപ്പം ഞാൻ വിചാരിച്ച് എന്താ സ്റ്റോൺ ഫാം ഉണ്ടാക്കിയാൽ ഇനി അടുത്ത എപ്പിസോഡ് XP ഫാം ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകണം XP ഫാം ഫോർ മൈ ആർമർ ആൻഡ് ടൂൾസിന് എൻജോയ്മെൻ്റ് ഇടാൻ. അപ്പം ഈ XP ഫാം ഇവിടുന്ന് 100 ബ്ലോക്ക് മണ്ട കോടിയാണ്. 100 ബ്ലോക്കായി. 100 ബ്ലോക്ക് ഇവിടുത്തെ വീട് ചെയ്യാൻ നേരെ ഡെത്താണ്, ഡെത്ത്. സോ ഇവിടെ നമുക്ക് 4x6 ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാം. സോ ഇനി നമുക്ക് തേർഡ് പോകണം. ഞാൻ വാട്ടർ ബക്കറ്റ് കൊണ്ടുവന്നില്ല. പിന്നെ എന്തോന്ന് സ്കില്ല് ഞാൻ ഇവിടുന്ന് കാണിക്കാൻ? ഏയ് ഉയ്യോ, അത് പോയിക്ക്. ആ ഒറ്റ ബ്ലോക്ക് ചാടിക്കഴിഞ്ഞ് മണ്ടക്കോരനൊരു ടാ, ഞാൻ വാട്ടർ ബക്കറ്റ് കൊണ്ടുവരാൻ മറന്നുപോയി. ഇനി വന്ന പോലെ കുഴിച്ചു പോവാണെങ്കിൽ തിരിച്ചു ബ്ലോക്ക് നോക്കണ്ടേ? അത് എത്രയാണ് എൻ്റെ പിക്കാസ് 2 ഊടി പിടിച്ച് കുറവ്. ഇത് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണം. ഡ്രീമിൻ്റെ ടൈമായി ഗൈസ്, ഡ്രീമിൻ്റെ ടൈമായി. അയ്യോ, എനിക്കറിയാം ഇവിടെ എടുത്തതില്ല. എന്നാലും ചാവട്ട 2 കൽപ്പിച്ച്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് കയറണമല്ലോ. ലാഗ് ഓടിക്കുന്നു. ഓക്കെ, ഡ്രീം MC റെഡി ഫോർ ജമ്പ് ടേക്ക് ഓഫ്. ഡെത്ത്. എൻ്റെ പൊന്നോ, എൻ്റെ എല്ലാ ലൂട്ടും കിട്ടണേ. ഇനി ഇങ്ങനെ വെള്ളം ഒഴിച്ച് അവിടെ പോകണം. ഞാനാണെങ്കിൽ ഇല്ലേ ഒരു എലിവേറ്റർ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാം. അതായത് ഇങ്ങോട്ട് 1 2 3 ഇങ്ങനൊരു കുഴി ഒഴിക്കാം. സോ ഞാനിനി ഇവിടെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇത് 3ആയിട്ട് വിരിച്ച് ഇവിടെ ഇരിക്കും. കണ്ടാ, എനിക്ക് ഭയങ്കര വിളിച്ചറിയാം. പിന്നെ അല്ല ഇങ്ങനെ ഇത് ക്ലിയർ ഗ്ലാസിൻ്റെ ഗുണമാണോ? അല്ല, ബഗ്ഗായതാ. സോ ബഗ് മാറ്റാൻ വേണ്ടി ഇവിടുന്ന് വെള്ളം എടുത്താൽ പോരെ? എന്നിട്ട് ക്രൗച്ച് ചെയ്തുകൊണ്ട് ബാക്ക് ഇവിടെ ഉള്ള വയ്ക്കണം. അല്ലടാ, ഇങ്ങനെ അത് ഇവിടെ കുഴപ്പമില്ലല്ലോ. ഇവിടെ എന്താണ് പ്രശ്നം? വെയിറ്റ് ഇതിൻ്റെ പ്രശ്നമാണോ? അത് തന്നെ. അതിനുമ്പോൾ ഞാൻ താഴെ എത്തി ഉറങ്ങട്ടെ. സോ ഞാൻ എൻ്റെ ഡ്രീമിന് സ്കില്ല് കാണിക്കാൻ പോണ ഗൈസ്. ഡ്രീം യോ അതിനുശേഷം XP ഫാമിൻ്റെ ആവശ്യമുള്ള എല്ലാ സാധനവും ഞാൻ കൊണ്ടുവന്ന് എൻ്റെ ഭാഗ്യം. അതായത് ഈ 2 ബ്ലോക്ക് ഒഴിച്ച് ഇവിടെയാണ് നമ്മുടെ 2 ചെസ്റ്റ് ഇരിക്കുന്നത്. കിലി സ്പോട്ട് ഇവിടെ. ഫസ്റ്റ് തന്നെ ഇവിടുത്തെ ഈ 2 ബ്ലോക്ക് മൈൻഡ് ചെയ്ത് കളയണം. എന്നിട്ട് ഇതെടുക്കണം. അയ്യോ, ബ്ലോക്ക് പൊട്ടിക്കണ്ടായിരുന്നു. ബ്ലോക്ക് പൊട്ടിക്കണ്ട. 2 ചെസ്റ്റ് ഇങ്ങനെ, 4 ഹോപ്പർ അതിൻ്റെ പുറകെ ഇങ്ങനെ കണക്ട് ചെയ്ത് സ്ലാബ് ഷിഫ്റ്റ് സെറ്റ്. രാത്രി പറയാ. പിന്നെ ബ്ലോക്ക് ഇങ്ങനെ 1 2 3 4ാമത്തെ ബ്ലോക്ക്. നമുക്കില്ലേ എന്താ പറയുന്നത്, ഇവിടെ ടോർച്ച് വെക്കണം. അല്ലെങ്കിൽ മറ്റേ ഇവന്മാർ വരും, സോംബീസൊക്കെ ഇവിടെ സ്പോണാവും. സോ ഇവിടെ ടോർച്ച് സ്പോൺ പ്രൂഫ് ആക്കിയിട്ടുണ്ട് ഞാൻ. ഇനി മണ്ടക്ക് ഈ ബ്ലോക്ക് വെച്ച് പോകണം. ഇങ്ങനെ നമ്മൾ ലെയർ ആക്കിയേ. ആക്സലോ ഇങ്ങനെ വെച്ചില്ലേ നമ്മൾ. ഇനി ഇത് തന്നെ 19 ബ്ലോക്ക് മണ്ടക്കോട്ട് വേണം. 19 അത് തന്നെ 19 കൈസ്. 19 1 2 18 19. ഓ, ഇനി എൻ്റെ സ്കിൽ ടൈ ഊയി
സമ്മതിച്ച് ഞാൻ നൂവ. ഇനി സൈൻ ബോർഡ് വേണം. അയ്യോ, സൈൻ ബോർഡിന് ഒരു കാര്യം ചെയ്യാം, ക്രാഫ്റ്റിംഗ് ടേബിൾ സ്വന്തമായിട്ടുണ്ടാകാം. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ സൈൻ ബോർഡ് ഉണ്ടാകാം. സൈൻ ബോർഡും ഉണ്ടാക്കി. എന്നിട്ട് അത് ഇവിടെയും വെച്ച് ഒരെണ്ണം ഉണ്ടാക്കണം. അതിനുള്ള കറക്റ്റുണ്ട്. ഒരെണ്ണം ഇങ്ങോട്ട് നോക്കി. എന്നിട്ട് ഒരു വാട്ടർ പാക്കറ്റ് വെള്ളം എടുത്ത് ഇവിടെ വയ്ക്കണം. സോ ഇനി മോവിൻ്റെ അകത്തോട്ട് വരുമ്പോൾ നേരെ ഇവിടുന്ന് താഴോട്ട് വീണോളൂ. ഇനി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് അത് കൈ പിടിച്ചോ. ഞാനൊരു കാര്യം ഇത് ലെഫ്റ്റ് ഹാൻഡ് വെക്കാം. സോ ഇത്രയും വെട്ടം ഇനി കിട്ടും. റെയിൽ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിക്കുക, റെയിലിൻ്റെ ആവശ്യമില്ല. ഇനി ഇവിടുന്ന് 4 ബ്ലോക്ക് മണ്ടോക്കോട്ട്. ഒന്ന്, രണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടിട്ട് നമ്മുടെ നോർമൽ ഫാം പോലെ എക്സ് ഫാം പോലെ അങ്ങോട്ട് ബിൽഡ് ചെയ്യണം. ഒന്ന്, അങ്ങനെ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ മോബ്സ് വീണിട്ട് പോകുന്നത്. ഇനി ഇവിടെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്യണം. അതായത് ഈ ലാസ്റ്റ് അറ്റവും അവിടുത്തെ ലാസ്റ്റ് അറ്റവും കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു ബോക്സ് കണക്കത്തെ ഏരിയ ഉണ്ടാകും. പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കിങ്ങനെ 2 ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ ചെയ്യണം. അതിന് മുമ്പ് നമുക്കിവിടെ ട്രാപ്പ് ഡോർ വെക്കണം. മോബ്സൊക്കെ ഇവിടെ ഇരിക്കുന്ന മോബ്സൊക്കെ ഇങ്ങോട്ട് വീഴില്ല. അവർക്കറിയാൻ കഴിയും ഇവിടെ ഒരു കുഴിയുണ്ട്, അതുകൊണ്ട് വീഴില്ല. ഈ ട്രാപ്പ് ഡോർ വെക്കണം. ഈ ട്രാപ്പ് ഡോർ വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇവിടെ ബ്ലോക്ക് ഉണ്ടെന്ന്. അങ്ങനെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ താഴ്വണിയാവും, താഴെ വീഴും. ഇവിടുന്ന് വെള്ളം ഒഴുകി നേരെ അവരവിടെ കൊണ്ടുവരും. അങ്ങനെ എൻ്റെ കളക്ഷൻ ഏരിയയിൽ കൊണ്ടുവരും. ഇങ്ങനെ ഇറങ്ങാം. അയ്യോ വീട് മൗസ് കേടാടാ കൃത്യ ടൈമിൽ. ഗൈസ് ഞാൻ ചത്തു. ബട്ട് അത് എങ്ങനെ ചത്തു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഗൈസ് നിങ്ങൾക്കറിയാലോ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ യു എസ് ബി ഹബ്ബ് വാങ്ങിച്ചായിരുന്നു മീഷോയിൽ നിന്ന്. സോ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 150 രൂപയായിരുന്നു. ഇത്രയും വില കുറഞ്ഞത് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച്. അതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇടയ്ക്ക് തന്നെ കീബോർഡ് മൗസ് വർക്ക് ചെയ്ത് അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ പുതിയൊരു യു എസ് ബി ഹബ്ബ് ഓർഡർ ചെയ്ത് അത് ഇന്ന് വൈകിട്ടായപ്പോൾ വന്ന്. സോ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് അത് വന്നത്. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. സോ അടുത്ത എപ്പിസോഡിൽ ഇങ്ങനത്തെ ഒരു മണ്ടത്തരം നടക്കത്തില്ല. അതെ ഇപ്പോഴും തന്നെ അടിച്ചോണ്ടിരിക്കുക. 2000 years later. സോറി ബ്രോ, ജസ്റ്റ് ഗോ ടു ഹെവൻ. അപ്പം നിങ്ങളുടെ പലവരുടെ ചോദ്യം ഞാൻ ഇവനെ കൊല്ലുന്നതല്ലേ? എനിക്ക് വേണം ലീഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീപ്പിനെ കണ്ടുപിടിച്ച് അവരെ കെട്ടിയിടാനാണ്. ഫോർ വുള്ള് വെച്ച് നമുക്ക് മറ്റേ ഇതുണ്ടാക്കി എന്ത് പറയുന്ന വുള്ള് വെച്ച് നമ്മുടെ ഇതുണ്ടാക്കത്തില്ല കാർപ്പറ്റ്, അതുണ്ടാക്കി എക്സ്പാൻ വെക്കാനാണ്. സ്പൈഡർ സ്പോൺ ആവാതിരിക്കാൻ. അറിയാലോ, സ്പൈഡർ സ്പോണായി കഴിഞ്ഞാൽ അത് പിന്നെ അവർ താഴെ വീഴത്തില്ല, അവർ ആ മതിൽ ഇറങ്ങിപ്പോയി ഒട്ടിയിരിക്കും. ചാവടാ നിന്റെ അനിയൻ ചത്ത്, ചേട്ടായി ചാവും. അല്ല പിന്നെ ഇനി ലീഡ് എനിക്ക് വേണം. ലീഡ് പാടാൻ 2 മക്കളെ. ഓ അത് തന്നെ വന്നു. ഇങ്ങോട്ടൊന്നേ. അവനവിടെ പോയി. അതേ ഇടടാ, ഓടാതടാ. വരി. ഇനി നമുക്ക് പണി തുടങ്ങാം. അതുമായി. സോ നമ്മങ്ങനെ ഒരു ലെയർ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാൻ ഫസ്റ്റ് നമ്മളിങ്ങനെ
2 ബ്ലോക്ക് ഹൈറ്റിൽ പോവുക, എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റും ഇങ്ങനെ ചെയ്യുക. ഉള്ള പുള്ള് മുഴുവൻ പുള്ളിൻ്റെ കേസാണ് ഞാൻ ചെയ്യാൻ മറന്നുപോയത്. കാർപ്പിറ്റാക്കുന്ന എങ്ങനെ 21. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ പറയുന്നത്, എത്ര ബ്ലോക്ക് മാറിയായിരുന്നു? 1 ബ്ലോക്ക് കൂടെ, എന്നിട്ട് 2 ബ്ലോക്ക് മാറി. ഇനി നമ്മൾ അടുത്ത സ്പോട്ട് ഉണ്ടാക്കാൻ പോകും. ഇത് ഇനി അങ്ങോട്ട് കുഴിച്ച് പോയാൽ മതി. ഇതാണ് നമ്മൾ അടുത്ത കിറ്റ്. ഓക്കെ, അതും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് എന്താ പറയുന്നത്, ഇത് വെക്കാം. years later. ഇനി ഇവിടെ എല്ലാം വർക്ക് ചെയ്യാനുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു എൻട്രൻസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എഫിഷ്യൻസി ആണല്ലോ. കുറച്ച് XP ഞാൻ ഒപ്പിക്കട്ടെ. ഇവിടെ പൊട്ടിത്തെറിക്ക് ട്രാപ്പ് ഡോർ വെക്കണം. അപ്പോൾ ഇന്നത്തെ ഇഷ്ടപ്പെട്ട ഈ ഡൂ ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നാളെ വാ. ടാറ്റ ബേബി.